നൈസ്. അപ്പം ഞാനിവിടെ വുഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. എന്നിട്ട് വുഡ് വെച്ചിട്ട് വേണം നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാക്കാൻ. വുഡ് കുറച്ച് വുഡ് മതി നമുക്ക്. 4 വുഡായിട്ടുണ്ട്. 5 നമ്മളിത് വെച്ചിട്ട് വുഡൻ പ്ലാങ്ക്സ് ഒന്ന് ഉണ്ടാക്കണം. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബെഡ് ഉണ്ടാക്കുകയാണ്. അതിന് ഷീപ്പ് വേണം. ഷീപ്പിനെ കൊള്ളാൻ കുറച്ച് ടൂൾസ് ഉണ്ടാക്കട്ടെ ആദ്യം. ഇപ്പോൾ കഴിച്ചാൽ ഞാൻ ആക്സും പിക്കാക്സും ഉണ്ടാക്കിയിരുന്നു. ഷീപ്പിനെ കൊല്ലട്ടെ ഞാൻ മൊത്തം. ഒരു 3 ഷീപ്പ് നമ്മൾ കൊല്ലണം. ഒരു ഷീപ്പിനെ ഇപ്പം നമ്മൾ കൊന്നുണ്ട്. അതാ രണ്ടാമത്തെ ഷീപ്പ് അതാ നടക്കണം. അതിനും കൊല്ലാം. ഇപ്പം നമുക്ക് 2 വൂൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വൂളും കൂടി ഇട്ടുകഴിഞ്ഞാൽ നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. എവിടെ ഷീപ്പ് ഇതെന്നെ പ്ലെയർ നീങ്ങണില്ലല്ലോ. ഇതൊന്ന് നീങ്ങാട്ട്. ഇപ്പം നീങ്ങി. ഗെയിമിന് കുറച്ച് ലാഗ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ ഞാനത് ശരിയാക്കാം. ഇപ്പോൾ ഷീപ്പിനൊന്നും കാണാനില്ലല്ലോ ഇവിടെ ഒന്നും. അത്യാവശ്യം നല്ല സ്ഥലത്തൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. സ്പോണായിരിക്കും. സോംബിനെ തല്ലാൻ ഇതെന്തെന്നെ മറ്റേ തീ പിടിക്കണത്. ചത്തു തോന്നുക. ചത്തു എന്താ എൻ്റെ മറ്റേ തീ പിടിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ഷീപ്പിനെ തിരയണം. ഷീപ്പൊക്കെ തീർന്നു. അവിടുത്തെ ആരും കാണാനില്ലല്ലോ. ഇവിടെ വില്ലേജ് കിട്ടിയാൽ നന്നായിരുന്നു. അവിടെ എന്തായാലും ബെഡുണ്ടാവും. ഷീപ്പിനെ അവിടെ എവിടെയും കാണാൻ കേട്ടോ. ഷീപ്പിനെ കിട്ടാൻ എത്ര കാണി. നമുക്കൊരു ഷീപ്പ് കിട്ടണം. എവിടെ ഷീപ്പ്? 2 ഷീപ്പ് എന്തായാലും. ഷീപ്പിനൊന്നും കാണാനില്ല കേട്ടോ. രാത്രി വേറെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ. സന്ധ്യ 2 ഷീപ്പ് അതാ. വേഗം 2 കൊല്ലട്ടെ. പെട്ടെന്നൊരു ബെഡ് ഉണ്ടാക്കണം നമുക്ക്. രാത്രി ആവാറായി. വായോ ഇപ്പോൾ നമുക്ക് 3 വൈറ്റ് വൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു. ഇപ്പോൾ പെട്ടെന്നൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണത് ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ ആയിട്ടുണ്ട്. പെട്ടെന്നൊരു ബെഡ് ഉണ്ടാക്കണം. ബെഡ് രാത്രി കഴിക്കണം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു രാത്രി നമ്മളിപ്പോൾ സർവൈവ് ചെയ്തിരിക്കുകയാണ്. സക്സസ്ഫുള്ളി സർവൈവ്. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ അവിടെ വെച്ചിട്ട് പോലെ. സ്പൈഡർ അല്ലേ നിൽക്കുന്നത്? ഈ സ്പൈഡർ എന്തിനെ കണ്ട് ഓടിപ്പോണേ?
ഈ സ്പൈഡർ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല, ഇതൊക്കെ അറ്റാക്ക് ചെയ്യില്ല കേട്ടോ. അല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പോടാ. ആ ന്യൂ റെസിപ്പി സ്പൈഡർ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇപ്പം എന്തായാലും കൊണ്ടുപോകാം. നമുക്കൊരു വില്ലേജ് കിട്ടണം. വില്ലേജ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. എവിടെയെങ്കിലുമൊക്കെ ഒരു വില്ലേജ് കിട്ടിയാൽ മതിയായിരുന്നു. സ്ക്രീൻ റെക്കോർഡർ ഓണാക്കിയിട്ടാണ് ലാഗ്. എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ഇവിടെ വില്ലേജൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ വില്ലേജൊന്നും ഇല്ല അങ്ങനെ. പക്ഷെ നല്ലൊരു സ്ഥലത്താണ് സ്പോണായിട്ടുള്ളത്. ഇവിടെ നമുക്ക് പംകിൻസൊക്കെ കാണാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു വില്ലേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പംകിൻസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പശുവിനെ ഗായ്സ് വില്ലേജ് കിട്ടി. നമുക്കിപ്പോൾ ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ട്. വില്ലേജ് തന്നെയല്ലേ? വില്ലേജ് കിട്ടി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ വീട് വയ്ക്കാം. അപ്പോൾ വില്ലേജസൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ എൻ്റെ ഗെയിം കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണോ തോന്നുന്നു. അപ്പോൾ ഗായ്സ് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ ഡയമണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പോയൊക്കെ ബ്ലാക്ക് സ്മിത്തിൽ ഡയമണ്ട് കാണാൻ നല്ല ചാൻസ് ഉണ്ട്. ഡയമണ്ട് കിട്ടിയാൽ മതിയിരുന്നു ഗായ്സ്. ബ്ലാക്ക് സ്മിത്ത് ഒന്നല്ല ഗായ്സ്, 2 ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇതിൽ വരാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട് ഗായ്സ്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ലാഗ് ശരിയാക്കും. ഗായ്സ് തുറന്നുണ്ട്. ഡയമണ്ട് കിട്ടിയാൽ മതിയായിരുന്നു. ഡയമണ്ട് ഗോൾഡ് അല്ല അയൺ കിട്ടിയാൽ എനിക്ക് സന്തോഷമാവും. ഡയമണ്ട് പ്ലീസ്, ഡയമണ്ട്. ഗായ്സ് 3 ഡയമണ്ട്, 3 ഡയമണ്ടും കുറേ അയണും ഉണ്ട് കേട്ടോ അതിൽ. ഗായ്സ് ആദ്യം അയൺ കളക്ട് ചെയ്യാം. അയണോട് നല്ല ഉപകാരം ഉണ്ടാവും. 9 അയണാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത്. 3 ഡയമണ്ട് ഉണ്ട് ഗായ്സ്, 3 എണ്ണം. 2 ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഇവിടെ. 2 അടുത്തേന്നും കൂടി ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സുഖമായി. ഞാനിത് ഡയമണ്ട് കളക്ട് ചെയ്യാൻ. ഗായ്സിൽ സാഡലും ഉണ്ട്. ഇനി നമുക്ക് കുതിരേനെ വേണമെന്നുണ്ടെങ്കിൽ വളർത്താം. കുതിരയ്ക്കിടാൻ ഡയമണ്ടിൻ്റെ ആർമർ ഉണ്ട് ഗായ്സ്. എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. സാഡലെടുക്കാം, എല്ലാം എടുക്കാം ഇവിടുന്ന്. അടുത്ത ബ്ലാക്ക് സ്മിത്തിൽ കയറി വെക്കാം. നല്ല ബ്ലാക്ക് സ്മിത്തായിരുന്നു. നമുക്കിപ്പോൾ ലാഭമായി. ഒരു 2 ഹെൽത്ത് ബാക്കിയുള്ളൂ. ഇപ്പോൾ ഡയമണ്ടൊക്കെ പോയിരുന്നു എൻ്റെ അടുത്തുനിന്ന്. അടുത്ത ബ്ലാക്ക് സ്മിത്ത് ചെയ്താൽ ഇതിലും കൂടി കയറി വെക്കാം. ഇതിലും കൂടി ഡയമണ്ട് കിട്ടിയാൽ മതിയായിരുന്നു. അയൺ കിട്ടിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിനൊരു 3 അയൺ. കുഴപ്പമില്ല, നല്ല കളക്ഷനൊക്കെ തന്നെ. അയണിൻ്റെ സ്വാഡ് കിട്ടിയപ്പോൾ 2 എണ്ണം ഉണ്ട് അയണിൻ്റെ സ്വാഡ്.
ഇപ്പം എൻ്റെ അടുത്ത് 14 അയണും ഉണ്ട് ഗൈസ്. 2 ഒക്സീഡിയം കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഡയമണ്ട് കിട്ടി 3 എണ്ണം. ഗൈസ് ഇപ്പോൾ ഈ ഹെൽമെറ്റും ബൂട്ട്സും നമുക്ക് ഇട്ടോക്കാം. ഗൈസ് എൻ്റെ ക്യാരക്ടറിനെ കാണാൻ ഭംഗിയുണ്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഗൈസ് ഹെൽമെറ്റ് ഇട്ടുണ്ട്. ഇനി ബൂട്ടും കൂടി ഇട്ടാൽ സീനായുണ്ട് ക്യാരക്ടർ. ഒരു സ്വാഡും കൂടി കയ്യിൽ പിടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വില്ലേജിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് പണിയണം. എന്നാൽ പിന്നെ നമുക്ക് സുഖമാവും. ബാക്കിയുള്ള വീടുകളിലൊന്ന് നോക്കി നോക്കട്ടെ, നല്ല ലൂട്ട് കിട്ടുമെന്ന്. ഇപ്പോൾ ഈ വീട്ടിൽ 2 ലെതറുണ്ട്. ഈ വില്ലേജസിലുണ്ട് നമുക്ക് സുഖമാട്ടോ. കാരണം ഈ വില്ലേജസ് വെച്ചിട്ട് നമുക്ക് വേറെ വില്ലേജസിൻ്റെ ഫാം ഉണ്ടാക്കാനും പറ്റും. പിന്നെ വേറെ എന്തൊരു സാധനമുണ്ട്, ഈ പേര് ഞാൻ മറന്നു. ട്രേഡിംഗ് ഹാൾ നമുക്ക് അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയുള്ള വീടുകളൊക്കെ ഒന്ന് കയറി നോക്കട്ടെ, നല്ല ലൂട്ട് കിട്ടുകയാണോ. ഈ വില്ലേജിൽ അയൺ ഗോളം ഇല്ലേ? അതാക്കണ അയൺ ഗോളം. ഗൈസ് ഈ വീട്ടിലൊന്നുമില്ല. അടുത്ത വീട്ടിൽ പോയി നോക്കാം. ഗൈസ് ഇപ്പോൾ ഇവിടെ രാത്രി ആവാറായിരിക്കുകയാണ്. സൂര്യൻ ഇതപ്പം അസ്തമിക്കും. അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ ബെഡ് വയ്ക്കാം. എല്ലാ വില്ലേജസും വീട്ടിനുള്ളിൽ കയറി പോയിരിക്കണം. രാത്രി ആയാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ അവിടെ ഉറങ്ങിയിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെയായി. ഇനി നമുക്കൊരു പുതിയ വീട് വെക്കണം. അതിന് നമ്മളൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ സ്ഥലം ആദ്യം ഞാനൊരു നല്ല സ്ഥലം കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഒരു നല്ല സ്ഥലം കിട്ടിയിരിക്കുകയാണ്. ഇത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. വില്ലേജിൻ്റെ അടുത്താണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല കേവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ വീട് വയ്ക്കാം. വുഡൻ പ്ലാങ്ക്സ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീട് ഉണ്ടാക്കണത്.
ഈ എപ്പിസോഡിൽ തന്നെ വീട് മൊത്തം പണിയണമെന്നാണ് എൻ്റെ പ്ലാന്. പക്ഷേ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ പ്ലാങ്ക്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ലാഗ് ഉണ്ട് ഗെയിമിന്. അപ്പം ഗൈസ് നമ്മുടെ വീട് മൊത്തം സെറ്റായിട്ടുണ്ട്. ഇനി വീടിൻ്റെ മേൽക്കൂരയും കൂടി പണിയുള്ളൂ. അപ്പം നമ്മൾ ഈ വീടിനൊരു ഡോറും കൂടി വെച്ച് കഴിഞ്ഞാൽ ബേസിക് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീടിൻ്റെ മേൽക്കൂര് തറയും മാത്രമേ നമുക്കിനി പണിയുള്ളൂ. അപ്പം നമുക്ക് വീടിന് വാതിൽ വയ്ക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയ വീട്. ഇതിൻ്റെ മേൽക്കൂരയും കൂടി പണിയണം, അടിത്തറയും പണിയണം. അതിന് വീട് കഴിഞ്ഞു. അപ്പോൾ ഈ വീട് നമുക്ക് അടുത്ത വീഡിയോയിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.